ആ ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ തൊട്ടടുത്ത ഒരു ആന്റി ഉണ്ട്. ആ ആന്റിയുടെ വീട്ടില് ഒരുവിധം ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആ പയ്യനാണ്. അപ്പൊ ഈ ആന്റിക്ക് ഭർത്താവില്ല. ആന്റിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആന്റി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആന്റി എന്ന് പറയുമ്പോൾ അവർക്കൊരു 45-46 വയസ്സ്, അതാണ് അവരുടെ പ്രായം. അപ്പോൾ അവര് കുറെ വർഷമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ, ഈ 21 വയസ്സായ പയ്യൻ അവിടേക്ക് ഇവർ വിളിക്കുന്നതാണ്. കാരണം ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പൊ അവരുടെ വീട്ടിൽ അവർ ഒറ്റയ്ക്കാകുമ്പോൾ അവരുടെ മോട്ടർ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ അത് ശരിയാക്കാൻ, അതുപോലെ തന്നെ പ്ലംബിങ്ങിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടും, അതുപോലെ തന്നെ വീട്ടിലെ ഓരോ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഈ പയ്യനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഇവര് ഒന്ന് വഴുതി വീണു. അങ്ങനെ ഒന്ന് വീഴ്ചയിൽ ഇവരുടെ കാലിനൊരു ചെറിയൊരു സ്ക്രാച്ച് വീണു. അപ്പൊ കാല് അനക്കാൻ പറ്റാത്ത ഒരു രീതിയിലായി. അപ്പോ ഈ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ പയ്യനോട് പറഞ്ഞു, നീ എന്റെ കാലൊന്ന് തടവിത്തായി, എനിക്ക് എന്റെ കാല് വല്ലാതെ വേദനിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഈ പയ്യൻ ഒന്നും അല്ലാത്ത രീതിയിൽ ഇവരുടെ കാല് ഒഴിഞ്ഞു കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ചെയ്തു. അപ്പൊ പിന്നെ സാരമില്ല, ഒരു പ്രാവശ്യമൊക്കെ കാലൊക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ട, അതൊന്നും അവിടെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഇതുപോലെ പല പ്രാവശ്യം ഇങ്ങനെ ഒരു 1, 2, 3 ദിവസം ഇങ്ങനെ കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ സ്ത്രീയുടെ തുണി ഇത്തിരി നീങ്ങിപ്പോയി. അതായത് ഇവരുടെ തുടയുടെ ഭാഗത്തേക്ക് തുണി ഇത്തിരി നീങ്ങിപ്പോയി. അപ്പോൾ ആ ഭാഗം ഇവര് മാറ്റി കാണിച്ചതാണോ, ഈ പയ്യൻ മാറ്റിയതാണോ എന്ന് അറിയില്ല. ഇവരുടെ തുണി അവിടെ നിന്ന് നീങ്ങിപ്പോയി എന്നുള്ള സത്യം തന്നെയാണ്. ആ സമയത്ത് ഈ പയ്യന് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു അവരിലേക്കൊരു വികാരം തോന്നുകയും അതുപോലെ ഇവരിലേക്ക് ഒരു ആകർഷണം തോന്നുകയും ചെയ്തു. അപ്പോൾ ഇത് എന്താ പറയണ്ടേ, ഈ ഒരു ആകർഷണം തന്നെ. പക്ഷെ പയ്യൻ അനങ്ങിയില്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്തില്ല. പക്ഷെ ഈ സ്ത്രീ ഈ പയ്യന്റെ കൈ പിടിച്ച് ഇവരുടെ തൊടയിൽ വെപ്പിച്ചു. ഈ സ്ത്രീ, അതായത് ഈ ആന്റി, ഈ കൈ പിടിച്ച് തൊടയിൽ വെപ്പിക്കുകയും ഇവരുടെ അത് എവിടെയൊക്കെ തൊടാൻ പറ്റും അവിടെ എല്ലാം ഈ പയ്യനെ ഇങ്ങോട്ട് തൊടിയിച്ചു. തൊട്ടു എന്ന് തന്നെ പറയാം. ഇവരുടെ ഈ പയ്യനെ കൊണ്ട് തൊടിയിച്ചു. അങ്ങനെ പയ്യൻ അവിടെ തൊടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പേടിക്കുന്നുണ്ട്. എന്താണ് ഇത് ചെയ്യുന്നത്, ഇനി എന്നെ വെച്ച് മുതലെടുക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് എന്നെ എന്താവും, ഞാൻ ഈ പുറത്ത് പറയുമോ, എന്റെ വീട്ടിൽ പറയും, അങ്ങനെ ഒരു ടെൻഷൻ ഈ പയ്യനിലുണ്ടായിരുന്നു. എന്നാലും ആ ഒരു പ്രായമായതുകൊണ്ട് പയ്യനും വിട്ടുകൊടുത്തില്ല. ഇവര് തമ്മിൽ ശരിക്കും പറഞ്ഞു ആ ഒരു പിടുത്തത്തിൽ തന്നെ ഇവര് ശരിക്കും ഏർപ്പെട്ടു രണ്ടുപേരും. അതായത് ശരിക്കും ഈ ആന്റിക്ക് എന്തായിരുന്നു ആവശ്യം, ആ ഒരു ആവശ്യം ഈ പയ്യൻ സാധിച്ചു കൊടുത്തു. അങ്ങനെ സാധിച്ചു കൊടുത്ത് പല പ്രാവശ്യമായി. പിന്നീട് ഇവര് സ്ഥിരമായി ഇവരുടെ ഈ എന്താ പറയണ്ടേ, സ്ഥിരമായി ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആന്റിക്കും ആ ഒരു കാര്യത്തിൽ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവോ ഒന്നും പൂർണ്ണ ആന്റിയാണ് ഇതിന് മുൻകൈ എടുത്തത് തന്നെ. ഈ പയ്യനാണെങ്കിൽ ചെറിയ പേടിയുള്ളൊരു പയ്യനാണ്. അവന് മറ്റുള്ളവർ കാണുമെന്നുള്ള പേടിയും അതുപോലെ തന്നെ അവന്റെ വീട്ടുകാരെ അറിയുമോ എന്നുള്ളൊരു പേടി അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നാലും അവനെ ചെയ്തു, ആന്റിയല്ലേ എന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നാളിങ്ങനെ പോകുമ്പോൾ ഈ പയ്യൻ മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും ഈ ആന്റി അറിഞ്ഞപ്പോ എന്താ ഉണ്ടായത്, ഈ പയ്യന്റെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് ആന്റി തീരുമാനിച്ചു. കാരണം ഈ പയ്യന്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ആന്റിയുടെ അടുത്ത് ആര് വരും, ആന്റിയെ തൃപ്തിപ്പെടുത്താൻ ആരുണ്ടാവും. അപ്പോ ഈ ആന്റി എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഈ ആന്റി ഈ പയ്യനുമായിട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്ത് വെച്ചു. നീ വിവാഹം കഴിച്ചാൽ അതായത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് കിടക്കുന്ന വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, ഇത് ഞാൻ കാണിച്ചു കൊടുക്കും നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ. അപ്പൊ പിന്നെ നിന്റെ വിവാഹം എങ്ങനെ നടക്കും, എങ്ങനെ നടത്തും, അവർ ഒഴിഞ്ഞു പോവില്ല, അവർ മാറിപ്പോവില്ലേ. അങ്ങനെ ഇവനെ പേടിപ്പിച്ചു നിർത്തി. ആന്റി ഇത്ര വലിയൊരു പണി തരുമെന്ന് പയ്യനും പ്രതീക്ഷിച്ചില്ല. ഇതുപോലെ എത്ര കേസുകൾ വന്നിരിക്കുന്നു, ഒരുപാട് കേസുകൾ വന്നിരിക്കുന്നു. കാരണം ഇതുപോലെ തന്നെ ഒരു കോൺസ്റ്റബിൾ ആണ്, അവരുടെ വീട്ടിലെ സ്ഥിരമായിട്ടും സാധനങ്ങൾ, അതായത് പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ ഡെയിലി പോയിട്ട് എന്താണ്, അവരുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അവൻ ചെന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിൽക്കാൻ പറയും. അങ്ങനെ നിന്നു. പിന്നെ കിടക്കാൻ പറയും. അങ്ങനെ കിടന്നു കൂട്ടിനായിട്ട്. അങ്ങനെ കിടന്ന് ലാസ്റ്റ് ഇവര് തമ്മിൽ ഞങ്ങൾ ചെന്നു. ഇവനെ കെട്ടിപ്പിടിക്കുകയും അവിടെ ഇവിടെയും പിടിക്കുകയൊക്കെ ചെയ്തപ്പോ ഇവന് സമഗ്രത തെറ്റിയാൽ സർവ്വ കൺട്രോളും പോയി ഇവനും കയറി പിടിച്ച് അങ്ങനെ ഇവര് രണ്ടുപേരും. അതിനുശേഷം ഇവന്റെ വീട്ടില് കല്യാണാലോചനകൾ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും.
പോലീസ്, അതായത് ഈ കോൺസ്റ്റബിള് അവരുടെ ഇതെല്ലാം ഇവരും ഫോണിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇവരെ പേടിപ്പിക്കുകയാണ്. നീ വിവാഹം കഴിക്കണ്ട, വിവാഹം കഴിച്ചാൽ ഞാനിത് നിന്റെ പെണ്ണിനെ കാണിച്ചു കൊടുക്കും, വിവാഹം കഴിക്കുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കും, അങ്ങനെ പറഞ്ഞുകൊണ്ട്